ഓക്കെ, സോ 2021 ഫസ്റ്റ് ക്വാർട്ടറിൽ റിയൽമിയുടെ സൈഡിൽ നിന്ന് 3 മേജർ ഫോൺ സീരീസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് റിയൽമിയുടെ X7 സീരീസ്, പിന്നെ റിയൽമിയുടെ നാർസോ 30 സീരീസ്, ലാസ്റ്റ് ആണ് റിയൽമിയുടെ നമ്പർ സീരീസിൻ്റെ നെക്സ്റ്റ് ജനറേഷനായ റിയൽമിയുടെ 8 സീരീസ്. അതിൽ പ്രോ ഫോൺ ആയിരിക്കും റിയൽമിയുടെ 8 പ്രോ. നമുക്ക് ഈ ഒരു വീഡിയോയിൽ റിയൽമിയുടെ വരാനിരിക്കുന്ന റിയൽമി 8 പ്രോയിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഗസ് ചെയ്ത് നോക്കാം. സോ ബേസിക്കലി ഇതൊരു എക്സ്പെക്ടേഷൻ വീഡിയോ ആണ്. അതായത് റിയൽമി 8 പ്രോയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തൊക്കെ റിയൽമി നമുക്ക് തരാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ചിലപ്പോൾ നമ്മളിപ്പം ഗസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ സ്പെസിഫിക്കേഷൻസും തെറ്റായിരിക്കും, അങ്ങനെ സാധ്യത കുറവാണ്. പക്ഷേ എന്തായാലും ചില സ്പെസിഫിക്കേഷൻ എന്തായാലും മാറും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. കഴിഞ്ഞ വർഷം സെക്കൻഡ് ഹാഫിൽ റിയൽമി ലോഞ്ച് ചെയ്ത 2 ഫോൺസാണ് റിയൽമി 7ഉം റിയൽമി 7 പ്രോയും. വളരെ നല്ല രീതിയിൽ സെയിൽസ് നേടിയ ഒരു ഫോൺ സീരീസാണ് റിയൽമി 7 സീരീസ്, സ്പെഷ്യലി റിയൽമി 7 പ്രോ. അതിൻ്റെ മെയിൻ റീസൺ ആയിരുന്നു പെർഫോമൻസ് പ്ലസ് സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ. റിയൽമിയുടെ ഒരു റിയൽമി X7 സീരീസ് വരുന്നുണ്ട്, ഈ മാസം തന്നെ വരും മിക്കവാറും. സോ അതിൻ്റെ ഒരു പ്രൈസ് സെഗ്മെൻറ്റും ജസ്റ്റ് അബവ് 20,000 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതും മനസ്സിൽ വെക്കണം. റിയൽമി X7ൻ്റെ സീരീസിൻ്റെ സ്പെസിഫിക്കേഷൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം റിയൽമി 8 പ്രോയിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഗസ് ചെയ്യാൻ. ഫസ്റ്റ് നമുക്ക് ഡിസൈൻ കാറ്റഗറി നോക്കാം. റിയൽമി 6 പ്രോയിൽ ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. സോ ബാക്കും ഗ്ലാസ് ആയിരുന്നു. ഈ ഗ്ലാസ് ബാക്ക് എടുത്ത് മാറ്റി അവർ പ്ലാസ്റ്റിക് ആണ് ഇട്ട് തന്നത്. റിയൽമി 7 പ്രോയിൽ പ്ലാസ്റ്റിക് ആയിരുന്നു എങ്കിലും നല്ലൊരു ഫിനിഷ് ആയിരുന്നു, നല്ലൊരു ഗ്രേഡിയൻ്റ് ലുക്ക്, ബ്ലൂ ഗ്രേഡിയൻ്റ്, എസ്പെഷ്യലി ബ്ലൂ കളർ നല്ലൊരു ലുക്കായിരുന്നു, ഒരു മാറ്റ് ഫിനിഷൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ചീപ്പ് പ്ലാസ്റ്റിക് നമുക്ക് തോന്നിയില്ല. പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് അല്ല, എന്നാലും നല്ല ലുക്കുള്ള ഒരു ഡ്യുവൽ ടോൺ പ്ലാസ്റ്റിക് ബാക്ക് ആയിരുന്നു റിയൽമി 7 പ്രോയിൽ. സോ ഇത്തവണയും എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് തന്നെ ആയിരിക്കും, ഗ്ലാസിൻ്റെ ബാക്കും. ഇനി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 20,000 താഴെ ഗ്ലാസ് ബാക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, നമ്മളിൽ മിക്കവരും ഫോണിൻ്റെ ബാക്കിൽ കവർ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ കവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും റിയലൈസ് ചെയ്യുന്നത്, നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ആണ്, പ്ലാസ്റ്റിക് അല്ല, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കെ എന്ന് പറയാം. പ്ലാസ്റ്റിക് ബാക്ക് ആണെങ്കിലും ബാക്കി സ്പെസിഫിക്കേഷൻസ് നന്നായിരിക്കണം. റിയൽമിയുടെ ഫോൺസിൽ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ, സോ റിയൽമി ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഫോൺ ഇറക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ദി ബെസ്റ്റ് ചിപ്സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ചിപ്സെറ്റ് ആയിരിക്കും മിക്കവാറും. റിയൽമിയുടെ ഫസ്റ്റ് ഫോൺ തൊട്ട് ഇപ്പം റിയൽമി X2 ആണെങ്കിലും റിയൽമി X2 പ്രോ ആണെങ്കിലും റിയൽമി X3 ആണെങ്കിലും കഴിഞ്ഞ വർഷം ഇറങ്ങിയ റിയൽമി 7 പ്രോ ആണെങ്കിലും റിയൽമി 7 ആണെങ്കിലും റിയൽമി 6 ആണെങ്കിലും ഏത് ഫോൺ എടുത്തോളൂ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ദി ബെസ്റ്റ് ചിപ്സെറ്റ് കൊണ്ടാണ് അവർ വരുന്നത്. എനിക്ക് തോന്നുന്നത് റിയൽമി 8 പ്രോയിൽ വരാൻ പോകുന്ന ചിപ്സെറ്റാണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 750G. ഞാൻ ഒരുപാട് റൂമേഴ്സും ലീക്സ് കണ്ടിരുന്നു ഇത്തവണ റിയൽമി 8 സീരീസിൽ, സ്പെഷ്യലി റിയൽമി 8 പ്രോയിൽ ക്വാൾകോമിൻ്റെ ചിപ്സെറ്റ് അല്ല, പക്ഷേ മീഡിയ ടെക്കിൻ്റെ ചിപ്സെറ്റ് ആയിരിക്കും എന്നുള്ള ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് റീസൺ ആണ് റിയൽമിയുടെ ഇപ്പം X7 സീരീസ് വരുന്നുണ്ടല്ലോ, അതിൽ ഓൾറെഡി മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി ചിപ്സെറ്റ്സ് ആണ്. 800Uം 1000+ വരുന്നുണ്ട്. ഒന്നോടെ, കാരണം അതും അടുപ്പിച്ചായിരിക്കും ലോഞ്ച്. ഈ മാസം മിക്കവാറും റിയൽമി X7 സീരീസ്, അടുത്ത മാസം റിയൽമി 8 അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും. സോ അങ്ങനെ അടുപ്പിച്ച് ഒന്നുകൂടെ ഡയമൻസിറ്റി ചിപ്സെറ്റ് ഉള്ള ഒരു ഫോൺ ഇറക്കാനുള്ള സാധ്യത കുറവാണ്. സോ എനിക്ക് തോന്നുന്നത് റിയൽമി 750G ആയിരിക്കും, കാരണം അതൊരു 5G ചിപ്സെറ്റും കൂടിയാണ്. അതിനോടൊപ്പം തന്നെ റിയൽമി 8 പ്രോയിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇടാൻ പറ്റുന്നൊരു ചിപ്സെറ്റ് ആയിരിക്കും ഡയമൻസിറ്റി 800U. അത് ഓൾറെഡി റിയൽമി X7ൽ വരുന്നുണ്ട്. സോ ഒന്നുകൂടെ അത് എന്തായാലും വരിട്ടില്ല. ഇപ്പം Mi 10i, ഷവോമി Mi 10i കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20,000 21,000 പ്രൈസ് റേഞ്ചിൽ 750G ചിപ്സെറ്റ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മോട്ടോ G 5G ഇപ്പം 18,000 19,000 രൂപ കിട്ടുന്നുണ്ട് ഇപ്പോൾ സെയിലിൽ, അതും 750G ആണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിലും 750G ആയിരിക്കും. എൻ്റെ ഒരു ആഗ്രഹം റിയൽമി 8 പ്രോയിലും സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ വേണം. എൻ്റെ മാത്രമല്ല, നമ്മളെല്ലാവരുടെയും ആഗ്രഹം അതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാനിപ്പം പറയാൻ പോകുന്നത് തെറ്റാവട്ടെ എന്ന് ഞാൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നത് റിയൽമി 8 പ്രോയിൽ വരാൻ പോകുന്നത് IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. പക്ഷേ എന്തായാലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടാവും. സോ കഴിഞ്ഞ വർഷം റിയൽമി X3യിൽ കണ്ട ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, ആ ഡിസ്പ്ലേ ആയിരിക്കും മിക്കവാറും ഇത്തവണ റിയൽമി 8 പ്രോയിൽ വരാൻ പോകുന്നത്. സൂപ്പർ ആംലോഡ് അല്ല, LCD ഡിസ്പ്ലേ ആയിരിക്കും എന്ന് പറയാനുള്ള മെയിൻ 2 കാരണങ്ങളാണ്. ഫസ്റ്റ് ആണ് റിയൽമിയുടെ 7 പ്രോ തന്നെ. സോ റിയൽമി 7 പ്രോ കഴിഞ്ഞ വർഷമാണെങ്കിലും ഇപ്പം 3-4 മാസം ആയിട്ടുള്ളൂ. സോ നിങ്ങളൊരു കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഇറക്കിയ എല്ലാം ഫോൺ എപ്പോഴും വിറ്റ് പോകണം എന്നാണ് അല്ലേ. അതിനോടൊപ്പം തന്നെ റിയൽമിയുടെ X7 സീരീസ് വരുന്നുണ്ട്. അതിലുള്ള 2 ഫോൺസിലും X7 ആണെങ്കിലും X7 പ്രോ ആണെങ്കിലും രണ്ടിലും സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ്. X7ൽ സൂപ്പർ ആംലോഡ് പ്ലസ് 60 ഹെർട്സ് ആണ്, X7 പ്രോയിൽ സൂപ്പർ ആംലോഡ് പ്ലസ് 120 ഹെർട്സ് ആണ്. സോ 20,000 താഴെ
ഇനിയൊരു ഫോൺ സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ പ്ലസ് 750G കൊണ്ട് ഇറക്കിയാൽ അത് 7 Proയിൽ എന്തായാലും ഒരു പാരയാവും അല്ലേ. പിന്നെ എന്തിനാണ് ഒരാൾ 7 Pro മേടിക്കുന്നത്? 7 Pro മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം 8 Proയിൽ സൂപ്പർ ആംലോഡ് പ്ലസ് 750G കിട്ടുന്നുണ്ടെങ്കിൽ 7 Pro മേടിക്കാനുള്ള കാരണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് മിക്കവാറും ഇത്തവണ ഒന്നുകൂടെ സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും. നമുക്ക് IPS LCD ഡിസ്പ്ലേ കാണാൻ കഴിയും. പക്ഷേ 90 Hz അല്ല, എന്തായാലും 120 Hz റിഫ്രഷ് ഉണ്ടാവും IPS LCD ഡിസ്പ്ലേ ആണെങ്കിൽ. ഇത് പറയാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ കാരണം ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ടെക് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ടെക് ന്യൂസ് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വാക്ക് കേട്ട് കാണും, BIS സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ ഒരു ഫോൺ വന്നാൽ അതിൻ്റെ അർത്ഥമാണ് അതിൻ്റെ വൈകാതെ അതിൻ്റെ ലോഞ്ച് കാണും ആ ഒരു ഫോണിൻ്റെ. സോ റിയൽമിയുടെ 2 ഫോൺസ് ഈ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ആ 2 ഫോൺസിൻ്റെ കോഡ് നെയിമാണ് RMX 3063 ആൻഡ് RMX 3061. ഈ 2 ഫോണുകൾ റിയൽമി 8 റിയൽമി 8 Pro ആവണമെന്നില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫോൺസ് ആവാം. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന റൂമേഴ്സും ലീക്സ് അനുസരിച്ച് ഇത് റിയൽമിയുടെ 8 സീരീസ് ആണ്. സോ 8ഉം 8 Pro ആണ്. അതിനോടൊപ്പം തന്നെ റിയൽമിയുടെ വരാനിരിക്കുന്ന 2 ഫോൺസിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഡയഗ്രാം ലീക്ക് ആയിട്ടുണ്ട്. ആ ഡയഗ്രാമിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫസ്റ്റ് ആണ് ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്, ബാക്കിൽ സെൻട്രലായിട്ടൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാൻ കഴിയുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു LCD ഡിസ്പ്ലേ ആയിരിക്കും. ആ ഒരു ഡിസൈനിൽ ക്ലിയർ ആയിട്ടൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് കാണാൻ കഴിയുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ആ ഡിസൈൻ. അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെ ആയിരിക്കും. പക്ഷേ പ്രൈമറി സെൻസറിൻ്റെ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈമറി സെൻസറിൻ്റെ സെലക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ റിയൽമിക്ക് ഒരു ചലഞ്ച് ഉണ്ട്. കാരണം ഇപ്പം ഷവോമി Mi 10iൽ 108 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ കൊണ്ടുവന്നിരിക്കുകയാണ് Mi 10iൽ. സോ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. കൂടുതൽ മെഗാ പിക്സൽ ഉണ്ട് എന്ന് വിചാരിച്ച് ബെസ്റ്റ് ഫോട്ടോസ് കിട്ടണമെന്നില്ല. 108 മെഗാ പിക്സൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, പക്ഷേ ബെസ്റ്റ് ലുക്കിംഗ് പിക്ചർ കിട്ടണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ 108 മെഗാ പിക്സലിൻ്റെ സെൻസർ വന്നാൽ കൊള്ളാം. അല്ലെങ്കിൽ റിയൽമി 7 Proയിൽ കണ്ട് എക്സാക്ട്ലി സെയിം 682 സെൻസർ ആയിരിക്കും. പക്ഷേ ആ ഒരു ക്യാമറ മോഡ്യൂളിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണല്ലോ. സോ ആ ഒരു ക്യാമറ മോഡ്യൂളിൽ ഒരു അൾട്രാവൈഡ് കാണും. അതിനോടൊപ്പം തന്നെ ടെലിഫോട്ടോ ക്യാമറയുടെ ഒരു കംബാക്ക് സംഭവിച്ചേക്കാം. ഞാൻ കംബാക്ക് എന്ന് പറയാനുള്ള കാരണം റിയൽമി 6 Proയിൽ ടെലിഫോട്ടോ ലെൻസ് ആയിരുന്നു. ആ ടെലിഫോട്ടോ ലെൻസ് അവരെടുത്ത് മാറ്റിയിരുന്നു റിയൽമി 7 Proയിൽ. സോ വീണ്ടും ആ ടെലിഫോട്ടോ ലെൻസ് തിരിച്ചു വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. 108 മെഗാ പിക്സൽ അല്ലെങ്കിൽ 108 മെഗാ പിക്സൽ ആണെങ്കിൽ പേരിനൊരു അൾട്രാവൈഡും പിന്നെ 2+2 ആയിരിക്കും. അതല്ല എങ്കിൽ 64+8+10 അല്ലെങ്കിൽ 10+8+2 മെഗാ പിക്സൽ എന്തായാലും കാണും മാക്രോ അല്ലെങ്കിൽ ഡെപ്ത് സെൻസർ. പക്ഷേ 64 മെഗാ പിക്സൽ ആണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കേണ്ടി വരും ആ ഒരു ക്യാമറ മോഡൽ. അതുകൊണ്ട് തന്നെ ടെലിഫോട്ടോ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ലീക്ഡ് ഡിസൈനിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ സെൽഫി ക്യാമറ സെറ്റപ്പ് കാണുന്നുണ്ട്. സോ റിയൽമി 6 Proയിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരുന്നു, ഡ്യുവൽ സെൽഫി ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. റിയൽമി 7 Pro ആയപ്പോൾ അതെടുത്ത് മാറ്റി. ഇനി അതിൻ്റെയും ചിലപ്പോൾ കംബാക്ക് സംഭവിച്ചേക്കാം. സോ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണെങ്കിൽ ഇത്തവണ എന്തായാലും 16+8 ആയിരിക്കില്ല, 32+8 ആയിരിക്കും. 32 മെഗാ പിക്സലിൻ്റെ വൈഡ് സെൽഫി ക്യാമറ, അതിനോടൊപ്പം തന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് സെൽഫി ക്യാമറ വരാനുള്ള ചാൻസ് ഉണ്ട്. റിയൽമി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ റിയൽമിയുടെ ഫോൺസിൻ്റെ ബാറ്ററി ഓപ്റ്റിമൈസേഷൻ വളരെ ബ്രില്യൻ്റ് ആയിരിക്കും. റിയൽമി UI നല്ല ലൈറ്റും പ്ലസ് നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു UI ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ വേറെ ഒരുപാട് കാരണങ്ങൾ കാണും. പക്ഷേ റിയൽമി ഫോൺസിൽ ബാറ്ററി കുറവാണെങ്കിലും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടാറുണ്ട്. സോ റിയൽമി 8 Proയിലും 4500 mAh ആയിരിക്കും മിക്കവാറും ബാറ്ററി. കൂടെ കിട്ടുന്നത് ഓബ്വിയസ്ലി 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജർ ആയിരിക്കും. റിയൽമി 8 Proൻ്റെ പ്രൈസ് നമുക്ക് എക്സാക്ട്ലി എന്തായാലും ഗസ് ചെയ്യാൻ കഴിയില്ല. അത് റിയൽമിക്ക് മാത്രമേ ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. റിയൽമി 7 Pro 19999 ആണ് വന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ IPS LCD ആണെങ്കിൽ സ്റ്റാർട്ടിങ് മിക്കവാറും 17999 അല്ലെങ്കിൽ 18999 ആയിരിക്കും. കാരണം 19999 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങനെ കാരണങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേ IPS ആണെങ്കിൽ ഇപ്പം പോക്കോ X3 സെയിലിൽ 15,000 താഴെ കിട്ടുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ലോവർ പ്രൈസ് സെഗ്മെൻ്റ് ആയിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എക്സാക്ട്ലി പ്രൈസ് ഗസ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. എന്തായാലും 20,000 താഴെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് 17,999 അല്ലെങ്കിൽ 18,999 ആയിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക റിയൽമി 8 Proയിൽ നിന്ന് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്. തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.